നമസ്കാരം. ലേഡീസ് ബാൻഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ലേഡീസ് ബാൻഡിൽ അതിഥിയായി എത്തുന്നു ലോങ് ഡിസ്റ്റൻസ് ബുള്ളറ്റ് റൈഡർ, കേരളത്തിലെ വുമൻ ബുള്ളറ്റ് ക്ലബിന്റെ സ്ഥാപക ഷൈനി രാജ്കുമാർ. സ്വാഗതം. ഹലോ ഷൈനി ചേച്ചി. ഹലോ. അടിപൊളി. പുതിയ വർഷം എങ്ങനെയുണ്ട്? അടിപൊളി. അപ്പൊ ഏറ്റവും ഒടുവിലായിട്ട് പോയത് ഉത്തരാഖണ്ഡിലെ 6310 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ആദി കൈലാഷിലേക്ക് ബുള്ളറ്റ് ഓടിച്ചു കയറ്റി. അപ്പൊ നമുക്ക് ആ വിശേഷത്തിന് തുടങ്ങാൻ തോന്നുന്നു അല്ലെ? ഷൈനി ചേച്ചി ഒരുപാട് എനിക്ക് തോന്നുന്നു വിമൻ ഓറിയന്റഡ് പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുക്കുന്ന ആളാണ്, സ്ഥിരം ചെല്ലുന്ന ആളാണ്. അതുകൊണ്ട് ഒരുപാട് പരിചയപ്പെടുത്തുകളുടെ ആവശ്യമില്ല. പുതുതായിട്ട് എവിടെ പോയി എന്നൊക്കെ ആയിരിക്കും ചോദ്യം വരുന്നത്. അതെ. അപ്പൊ നമുക്ക് ആദി കൈലാഷിന് തുടങ്ങാം. എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെ അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരു പ്രചോദനം? പ്രീ പ്ലാൻഡ് ആയിരുന്നു. ആക്ച്വലി ഒരു 46 ജെൻസ് അടങ്ങുന്ന ഒരു ഗ്രൂപ്പിന്റെ കൂടെ ഒരു റെക്കോർഡ് അറ്റംപ്റ്റിന് വേണ്ടിയിട്ട് ഹംസല ദേവി പോയതായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ ജസ്റ്റ് ഒരു കോമഡിക്ക് വേണ്ടിയിട്ട് അതിന് തൊട്ട് മുന്നേ ഒരു 40 ഡേയ്സ് ഞാനും മോനും കൂടെ ഒരു ഓൾ ഇന്ത്യ ചെയ്തായിരുന്നു. കോമഡിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ മോൻ നാട്ടിൽ വന്നിട്ട് തിരിച്ചു പോയപ്പോൾ അവനിട്ട ചപ്പലും ടീഷർട്ടും ഒക്കെ കുറച്ചുകൂടെ മറന്നുപോയി. അപ്പോൾ ഞാൻ വെറുതെ ഈ ഹംസല ദേവി പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞു, അവൻ ചപ്പൽ മറന്നിട്ടിട്ടോ, ഈ പറ്റിയാണെങ്കിൽ കൊണ്ട് കൊടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ ബാഗിനകത്ത് എൻ്റെ സാധനങ്ങൾ വെക്കുന്ന കൂട്ടത്ത് തന്നെ ഇവൻ്റെ ചപ്പലും 2-3 ടീഷർട്ടും ഒക്കെ എടുത്തു വെച്ചു പോയി. അപ്പോൾ ഞാനിത് ആരുടെ അടുത്തും പറഞ്ഞിട്ടില്ല. ഈ 46 പേരിലെ 44 ജെൻസാണ്, 2 ലേഡീസാണ്. എന്നെ ഇൻസ്പയർഡ് ആയിട്ട് വന്ന ട്രിവാൻഡ്രംകാരി തന്നെ ഒരു വന്ദന ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ കൂടെ പോകുന്ന സമയത്ത് ഒരു പയ്യന്, എൻ്റെ റൂമിലുള്ള പയ്യന് ചപ്പലില്ല. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ചേച്ചി നമുക്കൊരു ചപ്പൽ വാങ്ങാൻ പോകണം. അപ്പോൾ ഞാൻ പറഞ്ഞു, വേണ്ട, എൻ്റെ കയ്യിലൊരു ചപ്പലുണ്ട്, ഞാൻ വേണമെങ്കിൽ തരാം. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ചേച്ചിയുടെ കയ്യിൽ എങ്ങനെ ജെൻസിൻ്റെ ചപ്പൽ? അപ്പോൾ ഞാൻ ആക്ച്വലി കാര്യം പറഞ്ഞു. അങ്ങനെ എല്ലാവരും അറിഞ്ഞു, എന്നെ ഒത്തിരി കളിയാക്കി. മോന് ചപ്പൽ കൊണ്ട് പോകാൻ വേണ്ടി അമ്മ പോകണു എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി കളിയാക്കിയിട്ട് ഞാൻ അവിടെ നിന്ന് ഒറ്റയ്ക്ക്, എൻ്റെ ലക്ഷ്യം ഇത്രയായിരുന്നുള്ളൂ, എനിക്ക് എങ്ങനെയെങ്കിലും ഛത്തീസ്ഗഡ് പോകണം. ആക്ച്വലി ഛത്തീസ്ഗഡ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഛത്തീസ്ഗഡ് മാവോയിസ്റ്റിൻ്റെയും നക്സലൈറ്റിൻ്റെയും അങ്ങനെയുള്ള ഒരു ഏരിയ. അപ്പോൾ എനിക്ക് ഉള്ളിൽ പേടിയുണ്ട്, പക്ഷേ എനിക്ക് അവിടെ പോകണം. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഞാൻ മുന്നേ നമ്മുടെ ലാസ്റ്റ് വില്ലേജിൽ വെച്ച് തുർത്തുക്കിൽ വെച്ച് പരിചയപ്പെട്ട ഒരു പുള്ളി അവിടെ ഉണ്ട്. അപ്പോൾ പുള്ളിയെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വരുവാണ്, അപ്പോൾ ഞാൻ ധൈര്യമായിട്ട് പോന്നോളാൻ പറഞ്ഞു. പക്ഷെ ഞാൻ പോയപ്പോഴേ എനിക്കൊരു മനസ്സിലായത് പക്ക വില്ലേജാണ്, നല്ല രീതിയിൽ ടെൻഷൻ അടിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഒരു ടോയ്ലറ്റ് ഇല്ല, പിന്നെ ഒരു പെട്രോൾ പമ്പ് ഇല്ല, ഒന്നുമില്ല. അപ്പം പോകുന്ന വഴിക്ക് സത്യം പറഞ്ഞാൽ ഈ നക്സലൈറ്റിനെ പേടിച്ചിട്ട് മുട്ടിയിട്ട് ഞാൻ 89 കിലോമീറ്റർ അങ്ങനെ വണ്ടി ഓടിച്ച് ഇറങ്ങാൻ പേടിയാ. കാരണം ഏതെങ്കിലും കാട്ടുവഴിയിൽ കയറിപ്പോയി ഇരിക്കാൻ നോക്കുമ്പോൾ അവിടെ നിന്ന് ആരെങ്കിലും നടന്നു വരും. അപ്പോൾ ഞാൻ പെട്ടെന്ന് വണ്ടി വീണ്ടും എടുത്തിട്ടുണ്ടോ. ലാസ്റ്റ് ഞാൻ നിവർത്തിയിട്ടിട്ട് ഒരു മനുഷ്യൻ്റെ അടുത്ത് ചോദിച്ച് പോയി. പക്ഷെ എനിക്ക് ആ ഛത്തീസ്ഗഡ് കയറി ഇറങ്ങിയപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പാവം നല്ല മനുഷ്യരാണ് അവിടെ ഉള്ളത്. ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് ഛത്തീസ്ഗഡ്, നല്ല ആൾക്കാരുമാണ്. എന്തായാലും ഞാനത് കവർ ചെയ്തു. അവിടെ പോയപ്പോൾ പിന്നെ അടുത്ത നമുക്ക് എന്തെങ്കിലുമൊക്കെ തോന്നുമല്ലോ, ഞാൻ നേരെ അവിടെ നിന്ന് വാരണാസി പിടിച്ചാലോ എന്ന് ചിന്തിച്ചു. അങ്ങനെ ഞാൻ വാരണാസി പോയി. അവിടെ ഒരു 3-4 ദിവസം നിന്നപ്പോഴത്തേക്ക് അടുത്ത ഒരു ലക്ഷ്യം ലക്നൗ പോവാം. അതുകൊണ്ട് ഞാൻ ലക്നൗ പോയി. അപ്പോൾ എൻ്റെ പല സുഹൃത്തുക്കളും വിളിച്ചിട്ട് എങ്ങോട്ടാണ് യാത്ര? അപ്പോൾ എനിക്ക് ഡെസ്റ്റിനേഷൻ ഇല്ലാത്തത് കൊണ്ട് ഞാൻ അവരുടെ അടുത്ത് പറയും, ഇല്ല അങ്ങ് പോവുക, എവിടെയെങ്കിലും എത്താം എന്നുള്ള രീതിയിൽ. അപ്പോൾ പറഞ്ഞു, മുൻഷ്യാരി എന്നുള്ളൊരു സ്ഥലമുണ്ട് ഉത്തരാഖണ്ഡിൽ, ഭയങ്കര മനോഹരമാണ്, അങ്ങനെയാണെങ്കിൽ പോയി കണ്ടിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ മുൻഷ്യാരി ലക്ഷ്യം ഇട്ടിട്ട് നേരെ നൈനിത്താൾ പോയി അതും കവർ ചെയ്തു. അവിടെ നിന്ന് ഈ അൽമോഡ എന്ന് പറയുന്ന നല്ലൊരു ഹിൽ സ്റ്റേഷൻ ഉണ്ട്, ഭയങ്കര രസമാണ്. മഞ്ഞു മൂടിക്കിടക്കുന്ന അൽമോഡ എന്ന് പറയുമ്പോൾ ഭയങ്കര രസമാണ്. അപ്പോൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടുത്തെ ഒരു വ്യക്തി, ഈ നൈനിത്താൾ എത്തിയപ്പോഴത്തേക്ക് അവിടുത്തെ ഹൈക്കോടതിയിലെ സ്റ്റാഫിൻ്റെ അടുത്ത് കൗച്ച് സർഫിങ്ങിലുള്ളതാണ്, എൻ്റെ അടുത്ത് ചോദിച്ചു, ദീദി ഇതുവരെ വന്നേല്ലേ, നിങ്ങൾ ആദി കൈലാസ് കയറിയിട്ട് പോകാൻ പറഞ്ഞു. അപ്പോൾ ആദി കൈലാസ് മോദിജിയൊക്കെ ഇപ്പോൾ പോയിട്ട് വന്നിട്ട് ഭയങ്കര ഫെയിമിൽ നിൽക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എൻ്റെ കയ്യിലിരിക്കുന്ന ഇൻട്രസെപ്റ്ററാ, ഇതുകൊണ്ട് പോകാൻ പറ്റത്തില്ല, ഓഫ് റോഡ് വണ്ടി വേണമെന്ന് പറഞ്ഞിട്ട് ഞാനത് നോ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഇല്ല ഞങ്ങളുടെ കൂടെ കാറിൽ പോകാൻ. ഞാൻ പറഞ്ഞില്ല, വരുന്നില്ല, ക്യാൻസൽ ചെയ്തു. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ജയ്പൂരുള്ള എൻ്റെ ഓഫ് റോഡ് റൈഡ് ചെയ്യുന്ന ഒരു ഫ്രണ്ടുണ്ട്. അപ്പം പുള്ളി വിളിച്ചിട്ട് പറഞ്ഞു, ദീദി അതുവരെ എത്തിയില്ലേ, ഡൽഹിയിൽ വായോ, വണ്ടി ഇവിടെ വെച്ചിട്ട് എൻ്റെ കൂടെ ഹിമാലയനിൽ പോവാം. ഞാൻ അപ്പോഴും പറഞ്ഞു, നോ പറഞ്ഞു. പക്ഷെ മൂന്നാമത് എനിക്ക് അറിഞ്ഞൂടാത്ത ഏതോ ഒരു വ്യക്തി എൻ്റെ അടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടെന്ന് പറഞ്ഞ് ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ഞാനപ്പോൾ കമ്പനി സ്പോൺസേർഡ് വണ്ടിയില്ല, റോയൽ എൻഫീൽഡിൻ്റെ MH രജിസ്ട്രേഷൻ വണ്ടിയിലാണ് അപ്പോൾ കൊണ്ടുവന്നത്.
അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു മഹാരാഷ്ട്രയിൽ നിന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല കേരളത്തിൽ നിന്നാണ്. അപ്പോൾ അങ്ങനെ സംസാരിച്ചിട്ട് പറഞ്ഞു എന്നാൽ ആദ്യ കൈലാസ് വെക്കൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ആദ്യ കൈലാസ് ഞാനിപ്പോൾ പോകാൻ പറ്റിയ സിറ്റുവേഷനിൽ ഇങ്ങനെ പറഞ്ഞു അല്ല നിങ്ങൾ ഇതുവരെ വന്നെങ്കിൽ പോകണമെന്ന് പുള്ളി തന്നെ അങ്ങ് ഇനിഷ്യേറ്റീവ് എടുക്കുന്നു. ദർച്ചുലയിൽ ഒരാളിനെ വിളിക്കുന്നു, എൻ്റെ അടുത്ത് പറയുന്നു ഫീസ് അടയ്ക്കാൻ പറയുന്നു. അവിടെ ചെന്നിട്ട് ഞാൻ അയച്ചു എന്തായാലും ഇതുവരെ വന്നില്ലേ പോകാം. റോഡൊക്കെ ചോദിച്ചാൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പക്ഷെ അവരെന്നെ പറ്റിച്ചതാ, പറ്റിക്കപ്പെട്ടു. ആ വണ്ടി തന്നെ പോയി. ഞാൻ എല്ലായിടത്തും വീണ് എണീച്ച് അതിന്റെ അനുഭവം എങ്ങനെയുണ്ട്? അപ്പൊ പോയി ആദ്യത്തെ ഒരു തടസ്സം വന്നപ്പോഴത്തേക്ക് തിരിച്ചൊന്നും ഇല്ല അങ്ങനത്തെ പരിപാടിയൊന്നും എനിക്കില്ല. ഞാൻ ദർച്ചുള എത്തിയപ്പോഴത്തേക്ക് ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ റെഡ് അലർട്ട് ആയതുകൊണ്ട് 2 ദിവസം അവിടെ നിൽക്കേണ്ടി വന്നു. നിന്നിട്ട് അവിടെ ഓപ്പൺ ആയപ്പോൾ പോയി നല്ല ചെളി ഉണ്ടായിരുന്നു. വഴിക്ക് നമ്മൾ കാണുന്നത് ദൃശ്യങ്ങളിൽ കാണുന്നത്. അതെ അത് ഈ ദൃശ്യം അവിടെ ഉള്ളത് ഇതുപോലെ, അതായത് ഇതൊന്നും അല്ല. ഇതൊക്കെ സാധാരണ വെള്ളം കെട്ടി കിടക്കുന്ന കുഴി. ഭയങ്കര ഓഫ് റോഡ് എന്ന് വെച്ചാൽ സ്റ്റീപ്പ് കയറ്റമുണ്ട്. അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. ഞാൻ ഒരിടത്ത് വണ്ടി വീണപ്പോ ഞാൻ വണ്ടി എടുത്തിട്ട് ഞാൻ എടുത്തപ്പോൾ വണ്ടി ഇങ്ങനെ പൊക്കത്തിലോട്ടായി പോയി. അപ്പൊ എനിക്ക് വണ്ടി താഴെ ഇറക്കാൻ പറ്റില്ല. ഇന്റർസെപ്റ്ററിന്റെ വെയിറ്റ് അറിയാം, ഭയങ്കര വെയിറ്റ് ആണ്, 200 അബോയാണ്. ഞാൻ ലാസ്റ്റ് നോക്കിയപ്പോൾ വണ്ടി താഴോട്ട് കൊടുക്കാൻ വയ്യ, മുന്നോട്ട് കൊടുക്കാൻ വയ്യ, ഒന്നും ചെയ്യാൻ. ഞാൻ ഈ ഷോൾഡറിൽ ഒരു 3/4 മണിക്കൂർ വെച്ചിട്ട് നിന്നു. 3/4 മണിക്കൂർ വെച്ച് നിന്നിട്ട് ഞാൻ ഓപ്പോസിറ്റ് നിന്ന് ഏതെങ്കിലും ആൾക്കാർ വരികയാണെങ്കിൽ എനിക്ക് വണ്ടി എടുത്ത് തരാൻ പറ്റും. വലിയ പ്രതീക്ഷയൊന്നുമില്ല, അങ്ങനെ നിന്ന് വരും എന്തായാലും. എനിക്കറിയാം ആ റൂട്ടില് സീസൺ ടൈം ആയതുകൊണ്ട് വേറെ വണ്ടി ഉണ്ടാവും. പിന്നെ ഒരു വ്യക്തി വന്നു, എനിക്ക് വണ്ടി, പക്ഷെ ആ വണ്ടി ഇവിടെ നിന്ന് മേളിൽ കയറ്റുന്ന ആള് 3 വട്ടം വീണു. എന്നിട്ട് അയാൾ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു ഇതെങ്ങനെ നിങ്ങൾ ഓടിച്ചോണ്ട് വന്നു എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അല്ല പറ്റിപ്പോയി. ഇനി എല്ലാവരും ഒറ്റ വഴിയുള്ളൂ, പറ്റിപ്പോയി. എന്തായാലും പിന്നെ ആദ്യ കൈലാസും ഓംപർവ്വതും കണ്ടു. അവിടെ എത്തിയപ്പോൾ ഫീൽ എന്തായിരുന്നു? ആദ്യ കൈലാസ് അവിടെ എത്തിയപ്പോൾ എൻ്റെ എല്ലാ സ്ഥലത്തും എത്തുമ്പോഴുള്ള ഒരു ഫീൽ എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടാണ്. ഞാൻ ആസ്മ പേഷ്യൻ്റ് ആണ്. അപ്പോൾ എനിക്ക് വയ്യ, ഞാൻ ഇൻഹെയിൽ ചെയ്താൽ നടക്കുന്ന എല്ലായിടത്തും. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ശ്വാസമൊന്നും കിട്ടുന്നില്ല. അപ്പോൾ മനസ്സുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുവേ വേണ്ടായിരുന്നു, വരണ്ടായിരുന്നു. ചെല്ലുമ്പോൾ വയ്യ, നടക്കാൻ പറ്റത്തില്ല, ഭയങ്കര ടയേർഡാണ്. അപ്പോൾ ചിന്തിക്കും അയ്യോ വരണ്ടായിരുന്നു, ഞാൻ എന്തിനു കഷ്ടപ്പെട്ട് വന്ന് എന്നൊക്കെ ഞാൻ ചിന്തിക്കും. പക്ഷേ അതെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് ഇനി മേലാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും വരില്ല. ഇത് ആദ്യ കൈലാസ് ഇവിടെ വെച്ച് നിർത്തി, എന്തായാലും ഞാൻ അച്ചീവ് ചെയ്തു, ആദ്യത്തെ ലേഡി, ഇതൊക്കെ പറഞ്ഞിട്ട് ഞാൻ തിരിച്ചപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ മിലിറ്ററീസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് കുറച്ച് ലേഡീസാണ് ചെക്ക് പോസ്റ്റിന്റെ അവിടെയായിരുന്നു. അവിടെ നമുക്ക് ഇന്നർ പെർമിറ്റ് ഇതെടുക്കണം. അതായത് നമ്മൾ പോകുന്നത് വേൾഡിലെ ആദ്യത്തെ ലേഡി വണ്ടി ഓടിച്ചിട്ട് ബുള്ളറ്റ് ഓടിച്ച് ആദ്യ കൈലാസിലെത്തിയ, ടൂ വീലർ ഓടിച്ച് ആദ്യ കൈലാസിൽ എത്തിയ വനിതയ്ക്കൊപ്പമാണ് ഞാൻ നിൽക്കുന്നത്. അതായത് കാര്യമുണ്ടേ, വേൾഡിലെന്ന് പറയാൻ ഇന്ത്യക്കാർക്ക് മാത്രമേ അവിടെ പെർമിഷൻ ഉള്ളൂ. എന്നാലും നമുക്ക് പറയാലോ വേൾഡിലെന്ന്. ഓക്കെ, അതുകൊണ്ടാ വേൾഡിലെന്നായ. അപ്പോൾ പോകുന്ന വഴിക്ക് അവരുടെ ഇന്നർ പെർമിറ്റ് എടുക്കും. അപ്പൊ ഇൻഡോ ടിബറ്റൻ നേപ്പാൾ ചൈന ബോർഡർ ആണ്. ഒന്ന് കാല് വഴിക്ക് വീണ് കഴിഞ്ഞാൽ ഞാൻ അപ്പുറത്ത് നേപ്പാളിലോ അല്ല ചൈനയിലോ വീഴാനൊക്കെ ചാൻസ് ഒക്കെ കിട്ടി. പക്ഷെ വീണിട്ട് അങ്ങ് താഴെ പോയില്ല, രക്ഷപ്പെട്ടു. എന്തോ വീണല്ലോ, ഇഷ്ടംപോലെ വീണെണീച്ച് തന്നെ പോയി. അങ്ങനെ പറ്റത്തുള്ളൂ. ഞാൻ പരിക്ക് പറ്റാറുണ്ടോ? ഇല്ല, ഞാൻ എല്ലാം റൈഡിങ് ഗിയർ, സേഫ്റ്റി ഗിയർ ഇട്ട് മാത്രമേ കാരണം നമ്മൾ ഒത്തിരി സ്പീഡിലല്ലല്ലോ പോകുന്നത്. വഴിക്ക് വീഴാം, അത് നമുക്ക് ഉറപ്പാണ്, നമ്മൾ വീഴുമെന്നുള്ളത് ഉറപ്പാണ്. പിന്നെ റിവർ ക്രോസിംഗ് ഉണ്ട്, എല്ലാം അത് ക്രോസ് ചെയ്ത് തന്നെ പോകണം. പിന്നെ മഴ ആയതുകൊണ്ട് നല്ല ചെള്ള നല്ല വഴുക്കൽ നല്ല രീതിയിലുണ്ട്. കാലൂന്നി അങ്ങനെയൊക്കെ തന്നെ പോകുള്ളൂ. ഞാനങ്ങനെ ഫാസ്റ്റായിട്ട് പോകും, ഞാനിതിപ്പോൾ അങ്ങനെ ചെയ്ത് അങ്ങനെയൊന്നുമില്ല. എനിക്ക് പോകണം, അത്രേ ഉള്ളൂ. അത് ഞാൻ കഷ്ടപ്പെട്ടെങ്കിലും പോകും, അത്രേ ഉള്ളൂ. എത്തും, ഞാൻ ചെന്ന് തൊടും. എന്നിട്ട് ആ സമയത്ത് എടുക്കുന്ന ഭയങ്കര തീരുമാനങ്ങളൊക്കെയാണ്. ഇനി ഈ ഏരിയയിലൊന്നും വരത്തില്ല, നിർത്തി എന്നൊക്കെ പറഞ്ഞ് താഴെ ഇറങ്ങുമ്പോൾ ചിന്തിക്കും ഇനി അടുത്തപ്പോ പോകണം. താഴെ ഇറങ്ങി എനിക്ക് ഇച്ചിരി ആരോഗ്യം കിട്ടുമ്പോൾ വീണ്ടും പോകണം. പോസിറ്റീവാണ്. കാരണം നമ്മൾ ഒരുപാട് പേര് യാത്ര ഇഷ്ടമുള്ളവരുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ അസുഖം ഉള്ളതുകൊണ്ട് എനിക്ക് വയ്യാത്തല്ല, ഞാനിങ്ങനെ പോകുന്നു വിചാരിച്ചിരിക്കുന്നവർക്ക് ഇത് കേട്ടോ, ഇങ്ങനെ ഇൻഹേലർ ഒക്കെ കൊണ്ടാണ് പോകുന്നത്. ഇൻഹേലർ, ഡൈമോക്സിന്റെ മെഡിസിൻ, പിന്നെ അവരവിടെ പറയുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മറ്റേ ഇത് പറയും, നമ്മുടെ ജിഞ്ചർ ഹണി കട്ടൻ, അങ്ങനെയുള്ള സാധനങ്ങൾക്ക് പറ്റുന്നതിലേക്കും ഡീഹൈഡ്രേറ്റ് ആവാതെ സൂക്ഷിച്ചാൽ മതി. ഷൈനിയായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവർക്ക്, പ്രിയപ്പെട്ടവർക്ക് ഒരുപാട് പേര് ഇത് പറയുമായിരിക്കുമല്ലോ ഉപദേശം, ഇനിയെങ്കിലും നിർത്ത്. ആരും നന്നാവില്ല, എല്ലാവർക്കും അറിയാം, അടുത്തിരിക്കുന്നവർക്ക് എല്ലാ സ്വഭാവം അറിയാം, പറഞ്ഞിട്ട് കാര്യമില്ല, നന്നായിട്ട് അറിയാം, അത് കളഞ്ഞു വിട്ടേക്കും. അപ്പൊ ആദ്യ കൈലാഷിന് മുമ്പുള്ള യാത്ര
അതുപോലെ ആദി കൈലാഷ് യാത്ര സ്റ്റാൻഡപ്പ് അഗൈൻസ്റ്റ് ചൈൽഡ് അബ്യൂസ് ആയിരുന്നു. ചൈൽഡ് അബ്യൂസ്. അതായത് നമ്മൾ പോകുമ്പോ വെറുതെ പോവല്ല, ഒരു യാത്ര പോകുമ്പോ അതിനൊരു ഒരു മോട്ടോയും കൂടെ ഉണ്ട്. അതും കൂടി പറഞ്ഞിട്ടാണ് പോകുന്നത്, ഒരു പ്രചരണം കൂടി കൊടുത്താണ് ചേച്ചി പോകുന്നത്. അപ്പൊ അന്ന് ചൈൽഡ് അബ്യൂസിനെതിരെയായിരുന്നു ആദി കൈലാസിലേക്കുള്ള യാത്ര. അതിന് മുമ്പത്തെ യാത്ര അതിന് മുന്നത്തത് ആക്ച്വലി അതും ഇതുപോലെ തന്നെയാണ്. ഞാൻ അങ്ങനെ ചില യാത്രകൾ മാത്രമേ പ്രീ പ്ലാൻ ചെയ്ത് പോകാറുള്ളൂ. ഒരു ദിവസം മോന് എൻ്റെ അടുത്ത് രാവിലെ ഒരു 5:30 മണിയായപ്പോൾ, അങ്ങനെ അവൻ യാത്ര പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തി അവൻ ഡിഗ്രി ഫൈനൽ ഇയർ ആണ്. ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുന്ന ആളുടെ അമ്മയാണ് കേട്ടോ. ഞാൻ അന്ന് ഫസ്റ്റിൽ ആദ്യം ചേച്ചിയുടെ ഒരു ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു, കേരളത്തിലെ ബുള്ളറ്റ് ലേഡി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ കുഞ്ഞായിരുന്നു, കുഞ്ഞാവേ ഇപ്പൊ വലിയ ആളായി. അവൻ വണ്ടി ഓടിക്കത്തില്ല, അവൻ എന്റെ പില്യനാണ്, ലൈസൻസ് ഉണ്ട്. ഓടിക്കത്തേയില്ലേ? എനിക്ക് വേണ്ടിട്ട് അവൻ, ഞങ്ങൾക്കൊരു പേരുണ്ട്, ഞാൻ റൈഡർ അവൻ റീഡർ. അവൻ നന്നായിട്ട് വായിക്കും. ഞാൻ ഒരു റൈഡ് പോകുമ്പോ ഒരു ബുക്കാണ് അവന് വാങ്ങിച്ചു കൊടുക്കേണ്ട. ധാരണ ഞാൻ ഒരു അപ്പൊ അവൻ പറയും ഞാൻ കിലോമീറ്റർ കണക്കാക്കി മേടിക്കും, കാരണം അമ്മ പോകുന്ന കിലോമീറ്റർ കൂടുതലാണ്. അത് കൊള്ളാം. അപ്പൊ നമുക്ക് എനിക്കൊന്ന് മദേഴ്സ് ഡേക്ക് ഒരു സ്റ്റോറി ചെയ്യാനുണ്ട്, റൈഡർ വേഴ്സസ് റീഡർ അല്ലേ? എന്നിട്ടോ അപ്പൊ ഈ ആദ്യമൊക്കെ കുഞ്ഞിലെ തൊട്ടേ അവന് ഇഷ്ടമല്ലേ അതോ? അങ്ങനെയൊന്നുമില്ല, അവൻ അതിനോട് ഭയങ്കര ഇതില്ല, പോകണം. പക്ഷെ അമ്മ പോകുന്നത് എൻകറേജ് ആണ് ഒരുപാട്. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അവൻ എന്താ പറയാ, അതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്, അതിൽ അഭിമാനിക്കുകയും ചെയ്യുന്ന ഒരു മാനാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു ദിവസം രാവിലെ 5:30 വിളിച്ചിട്ട് ചോദിച്ചു, അമ്മ എനിക്കൊന്ന് റോത്തം പാസിലെ മഞ്ഞ് കാണണം. ആ മഞ്ഞ് ഞാനിങ്ങനെ ആലോചിച്ചു. 5:30 വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ആ സമയത്ത് സത്യം പറഞ്ഞാൽ ഉറക്കം എണീക്കാത്ത ഞാൻ ചാടി എണീറ്റ് ബുക്കും പേപ്പറും എടുത്തു. പിന്നെ റൂട്ട് പ്ലാൻ അങ്ങനത്തെ ചോദിച്ചു, നിനക്ക് എത്ര ദിവസം സമയമുണ്ട്, ഇതൊക്കെ ചോദിച്ച് പ്ലാൻ ചെയ്തിട്ട് പാവം പിടിച്ചവനെ ഒരു 5-6 ദിവസത്തെ റൈഡിനെ ഞാൻ 40 ദിവസത്തെ റൈഡാക്കി തീർച്ചു. പക്ഷെ ഏറ്റവും രസം എന്ന് പറയുന്നത് ഈ 40 ദിവസം എൻ്റെ ബാക്കിൽ മിണ്ടാണ്ടിരുന്നു, ഒരു ശല്യമല്ല. എനിക്ക് പറയാൻ പറ്റും, അത് ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള ഡേയ്സ് ആയിരിക്കും അല്ലെ മോന്റെ കൂടെ. അതായത് എൻ്റെ ഏറ്റവും നല്ല പില്യൻ റൈഡർ ആരാന്ന് ചോദിച്ചാൽ ഞാൻ പറയാം അവനാന്ന് പറയും. ഭയങ്കര മോട്ടിവേഷനാണ്, കാരണം സ്പിറ്റി വാലി കവർ ചെയ്യണം. അപ്പോൾ ഓൾറെഡി സ്പിറ്റി വാലിൻ്റെ നമ്മൾ പോകുന്ന ഷിംല വഴി പോകുമ്പോൾ ചന്ദ്രത്താൽ എന്ന് പറയുന്ന വേറെ റൂട്ട് വഴിയാണ്. അത് ഭയങ്കരമായിട്ടുള്ള ഓഫ് റോഡാണ്. ഇപ്പം ഞാൻ ആദി കൈലാസ് പോയതും അതിലും കൂടെ കുറച്ചുകൂടെ ഹെവി ആയിട്ടെന്ന് പറയാം ഒരു ഓഫ് റോഡാണ്. അപ്പോൾ പലരും എന്നെ പലരിങ്ങനെ പെണ്ണുങ്ങളെ വെല്ലുവിളിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. ആ വഴി കൂടെ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ലേഡി ആ വഴി വണ്ടി ഓടിച്ചിട്ട് പോകത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കേട്ടപ്പോഴത്തേക്ക് ഞാൻ വേണ്ട. അപ്പോൾ അന്ന് രാവിലെ ആയപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ എണീറ്റിരിക്കുകയാണ്. അവിടെ ഓപ്പൺ ചെയ്തു എന്നറിഞ്ഞു, പക്ഷേ മഴയുണ്ട്, നല്ല ഓഫ് റോഡാണ്, ശ്വാസം മുട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി ഇരുന്നിട്ട് ചോദിക്കണം നമുക്ക് പോകാൻ പറ്റുമോ ഇല്ല. ലാസ്റ്റ് എനിക്ക് ഭയങ്കര ആഗ്രഹം, കാരണം ഞാൻ 2 വട്ടം ഇതിന് മുന്നേ പോയിട്ട് എനിക്ക് അവിടെ അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ ഇവൻ്റെ അടുത്ത് പറഞ്ഞാടാ ഇത് മിസ്സായി കഴിഞ്ഞാൽ വീണ്ടും ഞാൻ ഈ സ്ഥലത്ത് ഒന്നുകൂടെ അവിടെ അച്ചീവ് ചെയ്യാൻ പറഞ്ഞു. എന്നാൽ ബാ പോകാമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ മോട്ടിവേഷനിൽ ഇറങ്ങി. എനിക്കൊരു പ്രശ്നമൊന്നും, ഞാൻ റൈറ്റ് സൈഡ് വണ്ടി ഓടിക്കുമ്പോൾ വണ്ടി കയ്യിൽ നിന്ന് പോകും. അപ്പോൾ അത് ഞാൻ പോയതെന്ന് വെച്ചാൽ കമ്പനീൻ്റെ സ്ക്രാം ആയിരുന്നു, ഡൽഹിയിലെ എൻഫീൽഡ് ഷോറൂമിൽ നിന്ന് തന്നത്. അന്ന് ഞങ്ങളെ സ്പോൺസർ ചെയ്ത സിയറ്റ് ആയിരുന്നു. അപ്പോൾ അവർ നല്ല ടയറൊക്കെ ഇട്ട് പിന്നെ റോയൽ എൻഫീൽഡിൻ്റെ ഒരു വണ്ടിയൊക്കെ തന്ന് വിട്ടതാ. അപ്പം മൈൻഡിലുണ്ട് എനിക്ക് പോകാൻ പറ്റും, പക്ഷേ മൈൻഡിലൊരു ടെൻഷനുണ്ട്. ഓരോ റൈറ്റ് എത്തുമ്പോഴത്തേക്കും ആദ്യമൊക്കെ ഞാൻ ഇവൻ്റെ അടുത്ത് പറയും നീ ഇറങ്ങ്, ഞാൻ വളച്ചു വെച്ചിട്ട് നിന്നെ കയറ്റാം. ലാസ്റ്റ് ആയപ്പോൾ ഇറങ്ങി അവൻ തളർന്നു. അവസാനം എൻ്റെ അടുത്ത് പറഞ്ഞേ അതെ താ അങ്ങ് ഓടിക്ക്, വീഴാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് വീഴാം, നമുക്ക് പറ്റും, നിന്നെ കൊണ്ട് പറ്റും. മീൻസ് എന്നെ അവൻ അമ്മ എന്ന് വിളിക്കുന്നതിലും കൂടുതൽ ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സാണ്, തിക് ഫ്രണ്ട്സാണ്. അപ്പൊ എന്നെ അതൊക്കെ മേലെ അളിയാ മച്ച അപ്പോ അതുകൊണ്ട് അവൻ എൻ്റെ അടുത്ത് നിന്നെ കൊണ്ട് പറ്റൂടാ നീ എടുക്ക്. മീൻസ് ആ ഒരു മോട്ടിവേഷനിൽ സത്യം പറഞ്ഞാല് ആ ഒരു ഏരിയ കവർ ചെയ്തു. പിന്നെ അവിടെയും ഇഷ്യൂ ഇതൊക്കെ തന്നെ നമുക്ക് ടോയ്ലറ്റ്, കാരണം ഞാൻ എന്തുകൊണ്ട് ഈ ടോയ്ലറ്റിൻ്റെ ഇഷ്യൂ ഒക്കെ ഇങ്ങനെ പറയുന്നു വെച്ചാൽ ഈ യാത്രയ്ക്ക് ഇറങ്ങുന്ന സ്ത്രീകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ എന്ന് പറയുമ്പോൾ എല്ലാവരും ചിന്തിക്കും യാത്ര ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഈസി ആയിട്ടുള്ള കാര്യം. ഒരിക്കലും അല്ല, നമ്മളെല്ലാം കഷ്ടപ്പെട്ട് സഹിക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ ഇങ്ങനെ യാത്രയ്ക്ക് ഇറങ്ങാൻ പാടുള്ളൂ. അപ്പോൾ ബാത്റൂം ചിലപ്പം കിട്ടത്തില്ല, ചിലപ്പോൾ ഫുഡ് കിട്ടത്തില്ല, വെള്ളം മാത്രം കുടിച്ചിട്ട് പോകും. അതായത് ഒരു യാത്രയുടെ എൻഡിൽ നമ്മൾ ഈ കാണുന്ന നല്ല മനോഹരമായ കാഴ്ചകൾ കാണണമെങ്കിൽ നമ്മൾ ഒരുപാട് അനുഭവിക്കണം, ഇഷ്ടംമാതിരി അനുഭവിക്കണം, പ്രത്യേകിച്ച് സ്ത്രീകൾ. തീർച്ചയായിട്ടും ഞാനത് മീൻസ് അനുഭവിച്ചു എന്ന് പറയാൻ ഇവനുമായിട്ട് പോയെന്ന സമയത്ത് തന്നെ ടോയ്ലറ്റ് ഇല്ലാതെ ഇതെനിക്ക് ഇഷ്ടംപോലെ പെടും. കാരണം നമ്മൾ ഒത്തിരി വെള്ളം കുടിക്കില്ലേ, തണുപ്പ് സ്ഥലം കൂടെ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ടോയ്ലറ്റ് പോകേണ്ട ടെൻഡൻസി പോകുന്നില്ല. അപ്പൊ നമുക്ക് ബാത്റൂം ഒന്നും ഇല്ല. അപ്പൊ എവിടെയെങ്കിലും പാറേന്റെ ഇടയിൽ വല്ലതും ഇരിക്കാനേ പറ്റുള്ളൂ. അപ്പോഴൊക്കെ ഇവൻ വരുമ്പോൾ ഇവൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നെ. കാരണം ചിലപ്പോൾ 100 മീറ്റർ അപ്പുറത്ത് ആൾക്കാർ കാണും, ഇവിടെ അതുപോലെ 100 മീറ്റർ ഇപ്പുറത്ത് കാണും. പക്ഷെ നമുക്ക് ചിലപ്പോൾ ഇരിക്കേണ്ട ഇരുന്നിട്ടുണ്ട്, അങ്ങനെ കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യം പറയാം, മലയാളികളിൽ മാത്രമേ
ഈ ഉളിഞ്ഞോട്ട പ്രവണതയുള്ളൂ. അത് പറയാനൊരു മടി. അങ്ങോട്ടൊന്നും പോയാൽ അവര് മൈൻഡ് ചെയ്യത്തില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത വണ്ടിയിൽ പോകുന്ന കാണുകയാണെങ്കിൽ ചോദിക്കും മാഡം എന്തെങ്കിലും ഹെൽപ്പ് വേണോ, അവര് ഇങ്ങോട്ട് സപ്പോർട്ട് പറഞ്ഞു. അങ്ങനെ നല്ല മനുഷ്യരാണ്. പഹാഡികൾ എന്ന് പറയുന്നത് തന്നെ സ്നേഹിക്കാൻ കഴിവുള്ള ആൾക്കാരാണ്. അപ്പൊ അങ്ങനെയായിരുന്നു മകന്റെ കൂടെയുള്ള യാത്ര. ഈ ഞാൻ ആദ്യം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ കേരളത്തിലൊരു ബുള്ളറ്റ് ക്ലബ്ബ്, വനിതകൾക്ക് വേണ്ടിയിട്ട് ഒരു ബുള്ളറ്റ് ക്ലബ്ബ് തുടങ്ങിയ ആളാണ്, അതിന്റെ ഒരു സ്ഥാപക എന്ന് പറയുമ്പോൾ. ഇപ്പം 2024 ആ ബുള്ളറ്റ് ക്ലബ്ബ് എവിടെ എത്തി നിൽക്കുന്നു? പെൺകുട്ടികളൊക്കെ ഏത് ലെവലിലാ? സത്യം പറഞ്ഞാൽ ഇത് ഒരു പ്ലാറ്റ്ഫോമായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ആക്ച്വലി പെൺകുട്ടികൾക്ക് കയറി ഇറങ്ങാനുള്ള പ്ലാറ്റ്ഫോം. അപ്പോൾ അന്നുള്ള ആൾക്കാർ ഇന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല. ആൾക്കാരുണ്ട്, വന്നും പോയി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ March 8 നമുക്ക് വീണ്ടും വിമൻസ് ഡേ വരുന്നുണ്ട്. ഞങ്ങളുടെ ക്ലബ്ബ് വലിയൊരു മീൻസ് ഒരു മെഗാ ഈവൻറ്റുമായിട്ട് ട്രിവാൻഡ്രത്ത് ഞങ്ങൾ വീണ്ടും വരുന്നുണ്ട്. കൂടെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മെട്രോ മാർട്ടുണ്ട്, പിന്നെ ചേംബേഴ്സ് കൊമേഴ്സ് ഉണ്ട്, പിന്നെ DRE ഞങ്ങളുടെ ഡോൺലെസ് റോയൽ എക്സ്പ്ലോറർ, ഞങ്ങൾ 3 പേരും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നത്. അതിൻ്റെ തന്നെ ഞങ്ങൾക്ക് ഒരു ട്രിപ്ലസ് എന്ന് പറയുന്ന ഒരു തീമാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. സ്വാതന്ത്ര്യം, സുരക്ഷ, സഞ്ചാരം. സ്വാതന്ത്ര്യം, സുരക്ഷ, സഞ്ചാരം. ഇതാണ് ഞങ്ങളുടെ ഈ വർഷത്തെ മോട്ടോ. മനസ്സിലേക്ക് വേറെ മോട്ടോയും തീമൊക്കെ കാണാം, പക്ഷെ ഞങ്ങളുടെ മോട്ടോ ഇതാണ്. ഞങ്ങൾക്ക് ഇതാണ് സ്ത്രീ സഞ്ചാരം. അപ്പൊ അന്ന് എന്താണ് നമ്മുടെ റാലിയാണോ? റാലിയാണ്. മിനിമം ഒരു 100 ലേഡീസിനെ നിരത്തിൽ ഇറക്കിക്കൊണ്ട് ട്രിവാൻഡ്രത്ത് നടത്തുന്നുണ്ട്. അതേ ദിവസം തന്നെ കൊച്ചിയിലും ഞങ്ങളുടെ കൊച്ചി ചാപ്റ്ററും സെയിം. അവിടെ ഞങ്ങൾ വേറൊരു രീതിയിൽ റാലി ആയിട്ടല്ലാതെ വേറൊരു നമ്മുടെ എക്സ്പീരിയൻസ് ഷെയറിങ് എന്ന പോലുള്ള ഒരു ഈവന്റ് അവിടെ സംഘടിപ്പിക്കുന്നുണ്ട്. കാലിക്കറ്റിന്റെ ഇതുവരെ ഒരു തീരുമാനം ആയിട്ടില്ല, ഉടനെ തീരുമാനം ഉണ്ടാവും. ഷൈൻ ചേച്ചിയോട് സംസാരിക്കുമ്പോൾ ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്, ഈ നമ്മൾ ചോദിക്കുന്ന ഒരു ക്ലീശ ചോദ്യം ഉണ്ടല്ലോ, ഇതിലേക്ക് ആദ്യം ഈ രംഗത്തേക്ക് വന്നപ്പോൾ ഒരുപാട് പേര് മുഖം ചുളിച്ചിട്ടുണ്ടാവുമല്ലോ, അവരിപ്പോ എന്ത് പറയുന്നു? പക്ഷെ എനിക്കത് ഓരോ വർഷവും കാണുമ്പോൾ ഞാൻ ചോദിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, മാറ്റമുണ്ടോ ആൾക്കാർക്ക്? ഈശോയെ, എന്നെ ഇപ്പൊ ആരും ട്രോളണില്ല. ആണല്ലേ? മറ്റേത് ഭയങ്കര ട്രോളല്ലായിരുന്നോ? മാറി. അപ്പൊ അതിന്റെ ഒരു സമൂഹം അവർക്കൊരു കാര്യം മനസ്സിലായി, എന്നെ എന്തെങ്കിലും ട്രോളി കഴിഞ്ഞാല് അല്ലെങ്കിൽ എന്നെ വാശി പിടിപ്പിച്ചു കഴിഞ്ഞാൽ അതൊക്കെ മേലെ ചെയ്യുമെന്നുള്ളൊരു ബോധ്യം അവർക്ക് വന്നതുകൊണ്ട് ഇപ്പൊ എല്ലാവരും നിർത്തി. പക്ഷെ ഞാൻ ഓപ്പണായിട്ട് പറയാം, ഇന്ന് എന്നെ ട്രോളിയവരോ അല്ലെങ്കിൽ മീൻസ് എന്നെ കുറ്റം പറഞ്ഞവരോ, അത് കുടുംബക്കാരാവട്ടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ നിന്നാവട്ടെ, പറഞ്ഞവരെ അല്ലെ ഒരു 75% ആൾക്കാർ ഇന്ന് ഈ റൈഡിങ് ഫീൽഡിലേ ഇല്ല. പിന്നെ സങ്കടമുള്ള ഒരു കാര്യമുണ്ട്, ഞാൻ പഠിച്ച സ്കൂളുകാർ ഇതുവരെ എന്നെ അംഗീകരിച്ചിട്ടില്ല. അവർക്ക് മാത്രം എന്തോ ഞാൻ ചെയ്യുന്നത് കുറ്റമാണ്. ഇപ്പോഴും അങ്ങനെയാണ്. ഇപ്പോഴും അങ്ങനെയാണ്. സ്കൂളിന്റെ പേര് നമുക്ക് പറയണ്ടല്ലേ? ഞാൻ പറയല്ല, എനിക്ക് അങ്ങനെ ഒരു പറഞ്ഞോ. അതെന്താ? അന്നുണ്ടായിരുന്നവരൊന്നും ആയിരിക്കില്ലല്ലോ ഇപ്പോഴുള്ള അതേ ടീച്ചേഴ്സ് തന്നെയാണ് എന്നെ അംഗീകരിക്കാത്തത്. ശരി ശരി. പക്ഷെ എനിക്ക് അവിടെ ഇപ്പോഴും എന്നെ അംഗീകരിക്കുന്ന ഒരാളുണ്ട്. ഞാൻ എന്റെ സെക്കൻഡ് മം എന്ന് പറയുന്നത് എന്റെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറാണ്, കമലാഫായി ടീച്ചർ. ടീച്ചർ അന്നും ഇന്നും ഓരോ യാത്രയിൽ പോകുമ്പോഴും വിളിച്ചിട്ട് പറയും, മോളെ നീ ഓക്കെ ആണല്ലോ, സുഖമാണല്ലോ, പ്രാർത്ഥിക്കും. എന്നിട്ട് പറയും, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, നീ ഓക്കെ ആണല്ലോ എന്ന് വെച്ചാൽ ടീച്ചർ മാത്രമേ അന്നും ഒന്നും എനിക്ക് സപ്പോർട്ടുള്ളൂ. പിന്നെ എൻ്റെ അന്നത്തെ ചൈൽഡ്ഹുഡിലെ കുറച്ച് ഫ്രണ്ട്സ് അവരൊന്നും ഉണ്ട്. മറ്റവരിപ്പോഴും ഒരു രക്ഷയില്ല. വേണ്ട, അതാണ് എനിക്ക് കുറച്ചുകൂടെ പ്രചോദനം. വളരെ കുറച്ച് പേരല്ലേ, അവരങ്ങ് വിട്ടേരെ. ഇപ്പുറത്തെ ഒരു വലിയ ആബാലവൃദ്ധ ജനങ്ങൾ ഇപ്പുറത്ത് നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് ഇനി അറിയേണ്ടത്, ചെറുപ്പകാലത്ത് ഈ ഫിസിക്കൽ എഡ്യൂക്കേഷന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇനി ബുള്ളറ്റ് മാത്രമല്ല കയ്യിലുണ്ടായിരുന്നു, പല പല ഐറ്റം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അത് എന്തൊക്കെയാണെന്ന് ചോദിക്കാം. ഷൈൻ ചേച്ചി നമ്മുടെ ഒപ്പം തുടരും, നിങ്ങളും ഞങ്ങൾക്കൊപ്പം തുടരുക. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്തും. ലേഡീസ് ബാൻഡിലേക്ക് വീണ്ടും സ്വാഗതം. ബുള്ളറ്റിലൂടെ സ്വപ്നങ്ങൾ കീഴടക്കുന്ന ഷൈനി രാജ്കുമാർ നമുക്കൊപ്പം തുടരുന്നു. ഷൈൻ ചേച്ചി, നമ്മൾ പറഞ്ഞ കുട്ടിക്കാലത്തെ കുറിച്ചാണ്. കുട്ടിക്കാലത്ത് ഈ ബുള്ളറ്റിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് എന്തായിരുന്നു ഫോക്കസ്? എന്തായിരുന്നു? അത്ലറ്റ് ആയിരുന്നു, സ്പോർട്സ് ആയിരുന്നു. സ്കൂൾ ടൈമിൽ അത്ലറ്റ് ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് കോളേജിൽ വന്നപ്പോഴത്തേക്കും ക്രിക്കറ്റിലോട്ട് മാറി. കേരള ടീമിന്റെ വിക്കറ്റ് കീപ്പർ ആയിരുന്നു, അതും വിട്ടു. പിന്നെ ഈ അന്ന് കേരള ടീമിന്റെ വിക്കറ്റ് കീപ്പർ ആയിരുന്നു അന്നും യാത്രകൾ ഉണ്ടായിരുന്നു. ഞാൻ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിലായിരുന്നു. അപ്പൊ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് വരുമ്പോഴത്തേക്ക് ഒത്തിരി യാത്രകൾ പോകാൻ കിട്ടും. ഒരൊറ്റ യാത്ര ഞാൻ മുടക്കത്തില്ല, എല്ലാം പോകും. ഭയങ്കര ഇഷ്ടമാണ് യാത്ര ചെയ്യണം. പക്ഷെ അന്ന് ബസ്സിലായിരുന്നു എന്ന് മാത്രം. ഇന്ന് എന്റെ അടുത്ത് ആരെങ്കിലും ബസ്സിൽ കയറാൻ പറയുകയാണെങ്കിൽ ഞാൻ 10 വട്ടം ആലോചിക്കും. ഞാനത് ചോദിക്കണം എന്ന് വിചാരിച്ചു. ബസ്സിൽ കയറിയിട്ട് എത്ര വർഷമായി? ഓർമ്മയുണ്ടോ? എന്തെങ്കിലും ലാസ്റ്റ് ബസ്സിൽ കയറിയ വല്ല ഓർമ്മയുണ്ടോ? ഓട്ടോയില്? ഓട്ടോയിൽ ചിലപ്പോൾ കയറാറുണ്ട്, അത് കുറച്ച് ദൂരം ചെയ്യാറുണ്ട്. ഈ അടുത്തിടയ്ക്ക് എൻ്റെ ഫ്രണ്ട്സ് എന്നെ കളിയാക്കുന്നുണ്ട്. ഒരു ദിവസം രാത്രി എന്നെ എല്ലാവരും, നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം കൂടെ ഒന്ന് കന്യാകുമാരിക്ക് പോയി. ഞാൻ വാള് വെച്ച് വണ്ടാരോടങ്ങിയ കാറിന്
നമുക്ക് ടൂ വീലറേ പറ്റത്തുള്ളല്ലേ, എനിക്ക് കാറ് പറ്റത്തില്ല. അത് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ട് എല്ലാവരുടെ കാണിച്ച് എന്നെ ഒത്തിരി കളിയാക്കി, ട്രോളി. അപ്പൊ എനിക്ക് പക്ഷെ അത് പ്രശ്നമില്ല. എനിക്ക് കാർ ഇഷ്ടമില്ല, ഞാൻ ഓടിക്കത്തുമില്ല. നമുക്കിങ്ങനെ അടഞ്ഞിരിക്കുന്ന ഇഷ്ടമല്ല, നമുക്കിങ്ങനെ തുറന്നിരിക്കണം അല്ലേ. ഞാൻ ആകപ്പാടെ ഇന്ത്യക്കകത്ത് ഇപ്പോൾ യാത്ര ചെയ്യുന്നത് ഒന്നേ ട്രെയിന് അല്ലെങ്കിൽ ബൈക്ക്. ഇത് രണ്ടും ഉപയോഗിക്കത്തുള്ളൂ, രണ്ടേ ഉള്ളൂ, പറ്റത്തുള്ളൂ. പറ്റത്തുള്ളൂ. അതാണ് ചേച്ചി ഏറ്റവും പോയതിൽ ഏറ്റവും ഓർമ്മ നിൽക്കുന്ന, അല്ലെങ്കിൽ പെട്ടെന്ന് ചോദിക്കുമ്പോൾ ഒരു രസകരമായിട്ടുള്ള ഒരു അനുഭവം? എന്റെ എല്ലാ യാത്രയും ഭയങ്കര അനുഭവമാണ്. അതുകൊണ്ട് എനിക്കൊന്ന് പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല. പക്ഷേ ഈ ആദി കൈലാസിന്റെ എനിക്കൊരു ഭയങ്കര അനുഭവമാണ്. കാരണം അത് ആദ്യം അച്ചീവ് ചെയ്യുക എന്ന് പറയുമ്പോൾ, മറ്റതൊക്കെ എന്ന് പറയുമ്പോൾ കേരളത്തിൽ നിന്ന് പോയി ആദ്യം അച്ചീവ് ചെയ്തിട്ട് വന്ന ആളാണ്. പക്ഷേ ആദി കൈലാസം എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ തന്നെ ഒരാൾ എന്ന് പറയുമ്പോൾ അത് ഭയങ്കര അഭിമാനമുള്ള ഒരു കാര്യമാണ്. അപ്പം അതുവഴി പിന്നെ എനിക്ക് ഏറ്റവും അഭിമാനമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ന് കേരളത്തിൽ ഇത്രയധികം വനിതകൾ വണ്ടി ഓടിക്കണം. അപ്പോൾ ചിലപ്പോൾ പലർക്കും എന്നെ അറിയത്തില്ലായിരിക്കും, ഷൈനി രാജ്കുമാർ എന്നുള്ളൊരു വ്യക്തി അറിയണം. ഇപ്പോൾ എല്ലാവരെയും അറിയണമെന്ന് നിർബന്ധമില്ല. പക്ഷേ 2012 മുതലുള്ള എൻ്റെ ഇനിഷ്യേറ്റീവാണ്. 2007 ഞാൻ കേരളത്തിൽ തിരിച്ചു വരുന്നു, അന്ന് മുതലേ ഞാൻ ഓടിച്ചു തുടങ്ങി. പക്ഷേ 2012 മുതൽ ഞാൻ പെൺകുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചതിൻ്റെ ഫലമായിട്ട് ഇന്ന് നമ്മളിപ്പോൾ എവിടെ ഏത് സിഗ്നലിൽ ഓൾ കേരള ലെവലിൽ എവിടെ ചെന്ന് നോക്കിയാലും ഒരു സിഗ്നലിൽ ഒരു പെണ്ണിനെങ്കിലും നമ്മൾ ഒരു ഗേഡ് വണ്ടിയായിട്ട് കാണാൻ പറ്റും. ഈ ഒരു മാറ്റത്തിന്, ഈ ഒരു ചരിത്ര മാറ്റത്തിന് ഒരു എന്താ പറയുക, ചുക്കാൻ പിടിക്കാൻ കിട്ടിയ ഭാഗ്യം എന്ന് പറയുന്നത് ശരിക്കും കേട്ടോ. ഈ സിഗ്നലിൽ നിൽക്കുന്ന ആ പെൺകുട്ടി ഉണ്ടല്ലോ, ആ പെൺകുട്ടിയുടെ ചുറ്റിനും കുറെ പെൺകുട്ടികളുണ്ടാവും ഇങ്ങനെ നോക്കി നിൽക്കുന്നത്. എനിക്കിനി എന്നാ ഇത് പറ്റുന്നല്ലേ, അങ്ങനെ അത് കാണാറില്ലേ? ഇഷ്ടംപോലെ ഇങ്ങനെ നോക്കാറുണ്ട്, ഇങ്ങനെ നോക്കി നിൽക്കാറുണ്ട് ആഗ്രഹത്തോടെ. അപ്പൊ അങ്ങനെ ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട്. ഞാൻ പഠിപ്പിക്കാറുണ്ട്. ഞാൻ 2014 മുതൽ, കാരണം ഞാൻ എന്തുകൊണ്ട് പഠിപ്പിക്കാൻ ഇറങ്ങിയെന്ന് വെച്ചാൽ, ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ വെല്ലുവിളികളെ നേരിട്ട് മടുത്തപ്പോഴത്തേക്കാണ് ഇനി ഞാൻ ഒറ്റയ്ക്ക് കേൾക്കേണ്ട, കുറേ പെമ്പിള്ളേരെയും കൂടെ കൊണ്ടുവന്ന് കേൾപ്പിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആക്ച്വലി അത് പഠിപ്പിച്ചു തുടങ്ങി. അതിനുശേഷം 2016 ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്യുന്നു. അന്ന് മുതൽ ഒത്തിരി ലേഡീസ്, ഒരാളെ ഇറങ്ങിയാലല്ലേ വരുള്ളൂ. അപ്പം നമ്മളെല്ലാവരും അറിയപ്പെടുന്നതെന്ന് വെച്ചാൽ ബുള്ളറ്റും ആദ്യമായിട്ട് നമ്മുടെ നാട്ടിൽ ഗൗരി അവരാണ്. അപ്പോൾ അവർ കഴിഞ്ഞിട്ട് പിന്നെ അത് ആരും കൊണ്ടുവരുന്നില്ല. പിന്നെ ഞാനൊരു റോൾ മോഡലായിട്ട് ഒരു ഉമ്മച്ചേച്ചി ഉണ്ടായിരുന്നു. ഉമ്മച്ചേച്ചി മരിച്ചുപോയി. പക്ഷെ അവർ മരിക്കുന്നതിന് മുമ്പേ തന്നെ ഞാൻ പോയി അവരെ നേരിട്ട് കണ്ടു. അപ്പോൾ എനിക്ക് അവരെ അറിയത്തുള്ളൂ. അപ്പോൾ അത് വെച്ചപ്പോൾ ഇങ്ങനെ റെയറായിട്ടുള്ള ഒരു 3 ഇങ്ങനെ ഒരു പേരെ കേട്ടിട്ടുള്ളൂ. അപ്പം അതിനൊരു മാറ്റം വരണമെന്നുള്ള രീതിയിലാണ് ഞാനിങ്ങനെ മൊത്തത്തിൽ അങ്ങ് ഇറങ്ങി. എന്തായാലും ആ ഇറക്കം നന്നായി, ഇഷ്ടമായി. ഇപ്പോൾ എവിടെ നോക്കിയാലും ഇപ്പോൾ എൻ്റെ അടുത്ത് ഓൾമോസ്റ്റ് കൂടുതലും വരുന്ന സ്റ്റുഡൻസിനെക്കാളും കൂടുതൽ 30 എബോവ് ഉള്ള ലേഡീസാണ് എൻ്റെ അടുത്ത് പഠിക്കാൻ വരുന്നത്. കാരണം അവർക്കെന്ന് പറയുന്നത് ഏറ്റവും ആവശ്യം മോട്ടിവേഷനാണ്. നമ്മളിപ്പോൾ വണ്ടി പഠിപ്പിക്കുമ്പോൾ വണ്ടിയല്ല, അതിനേക്കാളും മോട്ടിവേഷൻ എന്നുള്ളൊരു സംഭവം ഭയങ്കരമാണ്. അപ്പോൾ കൂടുതലും വരുന്ന എനിക്ക് ഏജ്ഡ് ആയിട്ടുള്ളത് 30 എബോവ് ആയിട്ടുള്ളതായിരിക്കും കൂടുതലുണ്ട്. സ്റ്റുഡൻസ് ഒക്കെ വളരെ കുറവാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു ചരിത്രത്തിൻ്റെ ഭാഗം, ഇത്രയും സ്ത്രീകളെ കൊണ്ടുവരാൻ അതിനൊരു കാരണക്കാരി ആവശ്യക്കാൻ പിടിക്കേണ്ടത് ഭയങ്കര, അത് ചിലപ്പോഴൊക്കെ ഞാൻ സ്വയം ഇരുന്ന് അഭിമാനിക്കാറുണ്ട്. അത് കൊള്ളാം കേട്ടോ. ഈ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് ഒന്ന്. മറ്റേത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഞാൻ ചോദിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം, ഏതൊക്കെ വണ്ടിയുണ്ട് വീട്ടില്, വണ്ടി പ്രേമം ഏതുവരെ എത്തി, എന്തൊക്കെയാണ് വാങ്ങിച്ചത്, അത് പറയും. വണ്ടി എടുപ്പ് നിർത്തി, അതായത് കൊടുക്കട്ടെ, ബ്രേക്കിംഗ് വണ്ടി ഇനി ഞാൻ വാങ്ങത്തില്ല. ഇനി ആരെങ്കിലും വണ്ടി തന്നാൽ ഞാൻ ഓടിക്കും. അതിന് ഏത് കമ്പനി വണ്ടി തന്നാലും ഞാൻ ഓടിക്കും. കാരണം കളക്ഷൻ ഇല്ലായിരുന്നു, അതെല്ലാം ഉണ്ട്. ഉള്ള ഒരു കളക്ഷനും കളഞ്ഞിട്ടില്ല. എന്റെ ആദ്യത്തെ നാട്ടിലെ വണ്ടി എന്ന് പറയുന്നത് എന്റെ പപ്പയുടെ ഹീറോ ഹോണ്ടയുടെ CD ഡീലക്സ്. അത് കഴിഞ്ഞിട്ട് ഒരു പാഷൻ പ്രോ, പാഷൻ പ്രോ. അത് കഴിഞ്ഞിട്ട് ഒരു 83 മോഡൽ ബുള്ളറ്റ്, ഒരു 89 മോഡൽ ബുള്ളറ്റ്. അത് കഴിഞ്ഞിട്ട് ഒരു സ്റ്റാൻഡേർഡ് 2011, 2014 ക്ലാസിക്, 2016 ഹിമാലയൻ, കേരളത്തിലെ ആദ്യത്തെ ഓണർ, ഇന്ത്യയിലെ ഫസ്റ്റ് ലേഡി. അത് കഴിഞ്ഞ് 2018 ഇന്റർസെപ്റ്റർ, കേരളത്തിലെ ആദ്യത്തെ ഓണർ, വേൾഡിലെ ഫസ്റ്റ് ലേഡി. പിന്നെ അതിനിടയ്ക്കൊരു ജിക്സർ ഉണ്ട്. 9 എണ്ണി വന്ന് വിരല് തീർന്നു, 9 എണ്ണം. അപ്പൊ ഞാൻ ഇത് നിർത്തി, ഇനി വണ്ടി തരുവാണെങ്കിൽ ഓടിക്കും. ഇപ്പൊ കമ്പനി എനിക്ക് റോയൽ എൻഫീൽഡ് വണ്ടി തരാറുണ്ട് ഓടിക്കാൻ. മീൻസ് ഏതെങ്കിലുമൊക്കെ ലോങ് പോകുമ്പോഴത്തേക്ക് ഞാൻ കമ്പനീൻ്റെ അടുത്ത് സംസാരിക്കും, അവരെനിക്ക് വണ്ടി പ്രൊവൈഡ് ചെയ്യും. ഇതിൽ ഏറ്റവും പ്രിയപ്പെട്ടത് ഏതാ? ഏറ്റവും കൂടുതൽ കംഫർട്ട് ആയിട്ടുള്ളത്? ഹിമാലയൻ. ആ ഹിമാലയനിൽ ഞാൻ കേറിയിട്ടുണ്ട് കേട്ടോ, ഓർക്കുന്നുണ്ടോ? ചേച്ചി ഓടിച്ച ആ ഹിമാലയനിൽ ഞാൻ കേറിയിട്ടുണ്ട്. ഗംഭീര റൈഡാണ്.
ഭയങ്കര സുഖം. അല്ല എനിക്ക് കംഫർട്ടാണ്. അപ്പം ഓരോരുത്തർക്ക് അവരുടേതായിട്ടുള്ള ബ്രാൻഡും അവരുടേതായിട്ടുള്ള ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് സർവീസ് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. പിന്നെ എനിക്ക് ഏത് സ്ഥലത്തും കയറി പോവാൻ ആ വണ്ടിയിൽ ഞാൻ കംഫർട്ടാണ്. അപ്പം അതുകൊണ്ട് ഞാൻ വേറെ ഒരു ഇതിലോട്ട് നോക്കിയത് എന്ന് പറഞ്ഞ് വേറെ വണ്ടികൾ ഓടിക്കില്ല എന്നുള്ളതല്ല. ഞാൻ എക്സ്പൾസ് അവരെ കമ്പനി എനിക്ക് ഇവിടെ നിന്ന് തരാറുണ്ട്. നമ്മുടെ ഇഞ്ചയ്ക്കല്ല ദിയ മോട്ടോഴ്സ് എനിക്ക് വണ്ടി തരാറുണ്ട്. പിന്നെ മറ്റു കമ്പനീസൊക്കെ എനിക്ക് വണ്ടി തരാറുണ്ട്. അപ്പം അതൊക്കെ ഞാൻ ഓടിക്കും. പക്ഷേ ഞാൻ എൻ്റെ സ്വന്തമായിട്ടുള്ളത് ഈ വണ്ടികളാണെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ കമ്പനി ഞാനിപ്പോൾ ഒരു ലോങ് റൈഡ്, ഇപ്പോൾ ഞാൻ ലാസ്റ്റ് ഈ ആദ്യ കലാസ് പോയതും കമ്പനിയുടെ സ്പോൺസേർഡ് വണ്ടി തന്നെയാണ്. അതിന് തൊട്ട് മുന്നേ പോയതും കമ്പനി, അതിന് മുമ്പ് സ്പിറ്റി 2 പോയതും കമ്പനി വണ്ടി തന്നെയാണ്. ഈ ബുള്ളറ്റ് എക്സ്പേർട്ട് എന്ന നിലയിൽ അഡ്വൈസ് ഒക്കെ ചോദിച്ച ആളുകൾ വിളിക്കാറുണ്ടോ? ഇഷ്ടം പോലെ വിളിക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു മെക്കാനിസം അറിയത്തില്ല, അതാണ് സത്യം. ആണോ? അത് അവരോട് പറയൂ അതോ? ഞാൻ അവർക്ക് ആപ്റ്റായിട്ടുള്ള ആൾക്കാരെ കണക്ട് ചെയ്ത് കൊടുക്കും. പിന്നെ എനിക്ക് എന്തെങ്കിലും വണ്ടിക്ക് പ്രശ്നം വന്നാൽ അതാ ഞാൻ പറഞ്ഞേ, എന്നെ നല്ല രീതിയിൽ റോയൽ എൻഫീൽഡ് സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് ഇതുവരെ ഞാൻ പഠിച്ചില്ല. പക്ഷെ ഇനി ഞാൻ പഠിക്കും. ഇനി ഞാൻ പഠിക്കും കേട്ടോ. പറഞ്ഞു ബക്കറ്റ് ലിസ്റ്റിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. കാരണം എന്റെ ഇന്ത്യയുടെ മാപ്പ് ഏകദേശം 90% ആയി ഞാൻ യാത്ര ചെയ്ത്. മാർക്ക് ചെയ്യുന്നുണ്ടോ? അതിങ്ങനെ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്റെ ഫോൺ ഉണ്ടെങ്കിൽ എനിക്കിപ്പം കാണിച്ചു തരാം. എനിക്കിനി കുറച്ച് സൈഡ്, അതായത് ആ ഗുജറാത്ത്, രാജസ്ഥാൻ, മറ്റേ പഞ്ചാബ്, ആ ഒരു സൈഡ് മാത്രം ഇങ്ങനെ വരച്ചു വരികയാണെങ്കിൽ ഇന്ത്യയുടെ മാപ്പ് കറക്റ്റ് ആയിട്ട് വരച്ചിട്ട്. അതാവുമ്പോ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ ചേച്ചി? അതാവുമ്പോ അടുത്തോണ്ട് പ്ലാൻ, അതൊക്കെ രഹസ്യം, അതിപ്പോ പറയില്ല. അപ്പൊ നമുക്ക് ഇനി വിളിക്കേണ്ടി വരുമെന്നർത്ഥം. അടുത്ത നെക്സ്റ്റ് യാത്ര ലിസ്റ്റിലുള്ളത് മെയില് പിന്നെ ഒരു കമ്പനി, ഒരു ഹൈദരാബാദ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി തന്നെ ലഡാക്ക് മൊത്തം റൈഡ് ചെയ്യാൻ വിളിച്ചിട്ടുണ്ട്. അത് കുറച്ച് ലേഡീസിനെ അവർ സെലക്ട് ചെയ്തിട്ട് ഒരു ലേഡി ഞാനാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് പോകുന്നുണ്ട്. പിന്നെ ജൂലൈയിൽ എൻ്റെ മോൻ്റെ ഡിഗ്രി കഴിയും. അപ്പോ മോന്റെ പേര് പറഞ്ഞില്ലല്ലോ. ലെനിൻ ജോഷുവ. ഹായ്. അപ്പൊ ലെനിനെ കൊണ്ട് പോകുന്നുണ്ട്. അപ്പോ എന്താ പറയാ, നാട്ടിൽ വിളിക്കാൻ പോണ്ടേ. അങ്ങനെ. അപ്പൊ അതൊരു പ്ലാൻ ഉണ്ട്. അത് ജൂലൈയിൽ പോയി ജൂൺ 15 കൂടെ സ്റ്റാർട്ട് ചെയ്ത് വണ്ടി ഓടിച്ച് കേരളത്തിൽ വരാൻ വേണ്ടിട്ടാ. അത് മൊത്തം ലഡാക്ക് മൊത്തം. ഏപ്രിൽ മെയ് ആവുമ്പോ അടുത്ത യാത്ര. മെയ് കഴിഞ്ഞ് ഒരു കുറച്ച് ദിവസം റെസ്റ്റ്. ജൂലൈ എന്തായാലും ജൂലൈ ഒരു പകുതി ലാസ്റ്റ് ആവും കേരളത്തിലെത്താൻ വേണ്ടി. ഫോൺ വിളിച്ചാൽ ആദ്യം എല്ലാരും ചോദിക്കുന്നത് ഇവിടെ ഉണ്ടോ, കേരളത്തിലുണ്ടോ എന്നാണോ? ആദ്യം എന്റെ ഫ്രണ്ട്സ് ആദ്യം നോക്കുന്ന അങ്ങനെയല്ല. വിളിക്കുന്നതിന് മുമ്പ് എന്റെ സ്റ്റാറ്റസ് നോക്കും. ഞാൻ കറക്റ്റ് ആയിട്ട് സ്റ്റാറ്റസ് ഇടും. എവിടെ നിന്നാലും റേഞ്ച് ഉണ്ടെങ്കിൽ ഞാൻ സ്റ്റാറ്റസ് ഇടും. അപ്പൊ റേഞ്ച് നോക്കിയിട്ട് ഞാൻ ഉണ്ടോന്ന് നോക്കും. എന്നിട്ട് എന്നെ വിളിക്കും. ഇപ്പൊ എവിടെയാണ്, നാട്ടിലുണ്ടോ, എല്ലാരും അങ്ങനെ. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മളിപ്പോ ഒരു യാത്ര പോകാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ എന്നെ പോലെയൊക്കെയുള്ള ഒരാൾ, അത് വല്ലപ്പോഴും ആണ്ടിലൊരിക്കലൊക്കെ യാത്ര പോകുന്ന ഒരാൾ പ്ലാൻ ചെയ്ത് വെക്കുമ്പോൾ ആ ദിവസം കൃത്യമായിട്ടൊരു 100,000 കാര്യങ്ങൾ വരും. ആരെങ്കിലും നമുക്ക് വലിയ അകന്ന ബന്ധുക്കൾ ആരെങ്കിലും മരിച്ചു പോകും, അത്രയും ദിവസം കിടന്നവരായിരിക്കും, അന്നായിരിക്കും മരിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മുടക്കം വരും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ തടസ്സം വന്നാലും ഞാൻ പോവും. കാരണം എന്ന് വെച്ചാൽ ഞാൻ ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ട് കൂടെയാണ്. എനിക്ക് മകനുണ്ട്, അവൻ്റെ കാര്യങ്ങൾ നോക്കണം, അമ്മയുണ്ട്, ഇതെല്ലാം എനിക്ക് നോക്കണം. പക്ഷേ ഞാൻ ജീവിക്കുന്നത് എനിക്കൂടെ വേണ്ടിയിട്ടാണ്. നാളെ എൻ്റെ ലൈഫിൽ അശ്വതി ചോദിക്കുകയാണ്, ഷൈനി ചേച്ചിയുടെ ലൈഫിൽ എന്ത് നേടി? ഞാൻ നേടിയതിൻ്റെ ഒരു 1/4 ഭാഗമെങ്കിലും അശ്വതി ജീവിച്ചിട്ടുണ്ടോ? ഇല്ല. ഞാനത് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയിട്ടാണ് പറഞ്ഞത്. അത് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ്. ഭയങ്കര ക്യാഷ് ഉണ്ടോ ഇല്ലേ എന്നുള്ള സെക്കൻഡ് മാറ്റർ ആണ്. എൻ്റെ ക്യാഷ് കടം തരാൻ നല്ല ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. ആണല്ലേ? ഞാൻ സ്പിറ്റി വാലിയിൽ ചെന്ന് നിന്നിട്ട് എൻ്റെ കയ്യിൽ മോൻ അഡ്മിഷൻ എടുത്തതിന് ശേഷം എൻ്റെ കയ്യിൽ ബാക്കി ഉണ്ടായിരുന്ന 6,000 രൂപയാണ്. അപ്പോൾ ഈ 6,000 രൂപ കൊണ്ട് എനിക്ക് സ്പിറ്റി പോകാൻ പറ്റത്തില്ല, ഒറ്റയ്ക്കാണ്. ഞാൻ അവിടെ നിന്നിട്ട് ഫോൺ വിളിച്ചിട്ട് ആദ്യം ഒരാളുടെ അടുത്ത് പറഞ്ഞ്, ഇന്ന് വൈകുന്നേരം ആദ്യം വിളിക്കുന്ന കല്യാണിയാ, ഇന്ന് എനിക്ക് ഒരു 10,000 രൂപ വേണം. അയ്യോ ചേച്ചി എൻ്റെ കയ്യിലല്ല, ആരെന്തെങ്കിലും മേടിച്ചതാ. അവൾ പറഞ്ഞ് വൈകുന്നേരത്തിനുള്ളിൽ ഒരു 10 ഇട്ട് തന്നു. ഉണ്ണി എന്ന് പറഞ്ഞ വേറൊരു ഫ്രണ്ടുണ്ട്, ജയശ്രീ, അങ്ങനെ അവരെ 3 പേരെ കടം മേടിച്ചിട്ടാണ് ഞാൻ സ്പിറ്റി കംപ്ലീറ്റ് ചെയ്തത്. ഹാറ്റ്സ് ഓഫ്. അപ്പൊ ആ ഫ്രണ്ട്സിന് ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. പേര് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എല്ലാം നമ്മുടെ സമയം തീരുവാണ്. അരമണിക്കൂർ പോയത് ഞാൻ അറിഞ്ഞിട്ടില്ല. ഷൈനി ചേച്ചി ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. ഷൈനി ചേച്ചി ഇനിയും നിങ്ങളുടെ അടുത്ത് വരും ഇങ്ങനെ യാത്രകളുടെ കാര്യങ്ങൾ പറയാൻ. നിങ്ങൾ പൊളിയാണ്, അടിപൊളിയാണ്. താങ്ക് യു സോ മച്ച് അതിഥിയായിട്ട് എത്തിയതിനും ഇത്രയും നേരം ഞങ്ങളോട് സ്പെൻഡ് ചെയ്തതിനും. വരാൻ പോകുന്ന എല്ലാ യാത്രകളും അടിപൊളിയായിരിക്കട്ടെ. ഉറപ്പായിട്ടും അടിപൊളിക്കണമല്ലോ. താങ്ക് യു ചേച്ചി. അപ്പോൾ ഇന്നത്തെ ലേഡീസ് ബാൻഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം. നമസ്കാരം. ഈ പരിപാടി സംസ്ഥാന